ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ്. ഈ മീനിനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാടായ കൊല്ലത്തൊക്കെ പറയുന്നത് ചോപ്പംകോര, പൊന്നാരം എന്നൊക്കെയാണ്. എൻ്റെ നാട്ടിൽ തൃശ്ശൂർ ഈ മീനിനെ പറയുന്നത് ചെമ്പല്ലി, പുതിയാപ്ലക്കോര എന്നൊക്കെയാണ്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ഥലത്ത് ഏത് പേരിലാണ് പറയുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഈ മീൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു മീനിനെ മുഴുവനായിട്ടും തലയോട് കൂടിയാണ് മസാല തേച്ച് കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് എരിവുള്ള 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഞാൻ ഈ മസാലപ്പൊടികളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കുഴച്ച് മാറ്റാതെ ഇതുപോലെ മീനിന് പുറത്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1.5 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. അടുത്തതായി ഈ ഒരു മസാലപ്പൊടിയും മീനിൻ്റെ മാംസവുമായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി 1 സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മസാലപ്പൊടികളൊക്കെ ആയിട്ട് ഈ മീൻ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ മസാലപ്പൊടി തേച്ച് കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും മീനിൻ്റെ രുചിയും. നന്നായിട്ട് ഉള്ളിലൊക്കെ നല്ല രീതിയിൽ മസാല തേച്ച് കൊടുക്കാം. ഇപ്പോൾ ദാ നല്ല പോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. ഇനി 2 ഉണക്കമുളകും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത 5 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ഇതൊന്ന് വാടി കിട്ടിയാൽ മതി. ശേഷം ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. വലിയ മീനായതുകൊണ്ട് ഈ ഒരു പാനിൽ 3 എണ്ണം മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ മീനൊന്ന് വെന്ത് വരട്ടെ. ഈ ഒരു മസാലയിൽ കിടന്ന് ഇത് വെന്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മീൻ കഴിക്കാനായിട്ട്. ഈ ഒരു മീനിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ മീനും പൊടിയാത്ത രീതിയിലൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഈ ഒരു മീനിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു മീൻ കാണും. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈ ആണ്. ഈ ഒരു മീൻ നല്ലോണം കരിഞ്ഞു പോവാതെ ഈ മാംസമൊക്കെ വെന്ത് കിട്ടുന്ന രീതിയിൽ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതെല്ലാം ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഈ ഒരു മീനിൻ്റെ മസാലയും ഇതുപോലെ എടുത്തതിന് ശേഷം ചോറിൽ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.